മക്കളെല്ലാം പിന്നെ ഓരോരോ പണിയായിട്ട് ഇപ്പം 3 ആളല്ലേ ഉള്ളൂ, ഒരാളില്ലല്ലോ. ഓള് ജോലി ചെയ്യുന്നു, മറ്റവർ വാട്ടർ അതോറിറ്റിയിലാണ്. 2 ആമക്കൾ ഡ്രൈവർമാരാണ്. ഒരുത്തൻ ഗൾഫിൽ പോയിട്ട് ഇപ്പം വന്നിട്ടാണ് ഉള്ളത്. ഇനിയിപ്പം പോകുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്നിട്ട് ഇപ്പം ലോറിയെല്ലാം എടുത്തിട്ട് ഓന് ഈ പറഞ്ഞ പോലെ 2 ലോറിയെല്ലാം എടുത്തിട്ട് ഓനിപ്പം 4-5 കൊല്ലമായി ലോറി എടുത്തിട്ട്. ഇപ്പം 2 കൊല്ലത്തിന് ഇപ്പം ഓനെല്ലാം കൊണ്ട് ആ ലോറീനെ കൊണ്ട് മുടിഞ്ഞിട്ടാണ് ഉള്ളത്. ഇപ്പം എന്നിട്ട് അതെല്ലാം പോയി ഇപ്പം വേറൊരു ലോറി എടുത്തിട്ട് ഇപ്പം തൽക്കാലം പോകുന്നവരെ പണി വേണ്ടേന്ന് പറഞ്ഞിട്ട് ഒരു ലോറി എടുത്തിട്ട് ഓടുന്നുണ്ട് ഇപ്പം. അങ്ങനെയായിപ്പോൾ ഓൻ്റെ കഥ. അമ്മ കണ്ടപ്പോൾ സുഗതകുമാരി ടീച്ചറിനെ ഓർമ്മ വന്നു. ചെറിയ ഒരു ചായ ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെ ആരല്ലോ പറയലുണ്ട് എന്നോട് കേട്ടാ. ശരണ്യ എന്താ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത്? പ്രശ്നമൊന്നുമില്ല, ഒരു ബാഡ് കമൻറ്റ് വന്നു, അത്രേ ഉള്ളൂ. ചന്ദ്രമതി ബ്ലോഗ് അതാണ് ആദ്യം തന്നെ കളയണമെന്ന് പറയുന്നത്. ഇനി അങ്ങനെ വന്നാൽ ഞാൻ അങ്ങനത്തെ വരുന്നത് 2-3 വട്ടം നോക്കി, എന്നിട്ടും വിട്ടുകേട് തോന്നുന്നു. ചിലത് അങ്ങനെ വന്നാൽ പോക്കുണ്ട്, അല്ലെങ്കിൽ സോറി പറഞ്ഞിട്ട് വരലുണ്ട്. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വായിക്കാണ്ട് നിൽക്കുന്നതിന് സോറി എന്ന് പറഞ്ഞിട്ട് വരലുണ്ട്. അങ്ങനെ വരുന്നുണ്ട് വന്നോട്ട് വെച്ചിട്ടാണ്. ബിന്ദു പി വിജയിച്ചി കാലം വളരെ മോശമാണ്. പെൺകുട്ടികൾക്ക് സ്വന്തം വീട്ടിൽ പോലും സുരക്ഷ കിട്ടാത്ത കാലം. അത് ശരിയാണ്. ശരത്ത് ഹലോ ചേച്ചി എന്ന് പറഞ്ഞു. തസ്ലീമ എന്നാർ അമ്മമ്മയെ സുഖാണോ അമ്മമ്മയും ചോദിക്കുന്നുണ്ട്. അതേ മോളെ സുഖം തന്നെ. അതേറ്റ് വന്നവരാണെങ്കിൽ കൂട്ടാക്കണേ മോളെ എല്ലാവരും. മേരിക്കുട്ടി മത്തായി ഹായ് എന്ന് പറയുന്നുണ്ട്. ശരത്ത് ഹലോ ചേച്ചി എന്ന് പറയുന്നുണ്ട്. മേരിക്കുട്ടി മത്തായി ഇതാ സോങ് എന്ന് പറയുന്നുണ്ട്. ഹായ്താ എന്ന് പറയുന്നുണ്ട്. ഹായ് മോളെ, ഹായ് മോളെ. മേരിക്കുട്ടി ഹായ്. മേരിക്കുട്ടി മത്തായി സെറ്റ് ഹായ് എന്ന് പറയുന്നുണ്ട്. ഗായത്രി DG കരിക്കാടം ആയി തെക്കോട്ട്. അതിൻ്റെ ബാക്കി വരുന്നുണ്ട്. വേണ്ട, നല്ലോണം അടങ്ങിയിരുന്നേ. നീ നേരത്തെ കളിക്കുന്നത് ഞാൻ കാണാഞ്ഞിട്ടല്ല. അടങ്ങിയിരുന്നിട്ടില്ലെങ്കിൽ നിന്നെ ഇപ്പം ഞാൻ ഫൈബർ സെല്ലിലേക്ക് അയക്കാം. വേണോ? എനിക്ക് എന്നെ മനസ്സിലായിട്ടില്ല കേട്ടാ. ഫൈബർ സെല്ലിൻ്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം. നമ്പർ എടുത്ത് തരട്ടെ? ഞാൻ വിളിക്കട്ടെ ഇപ്പം തന്നെ വിളിക്കട്ടെ നിന്നെ? എൻ്റെ ഇത് ഞാൻ എടുത്തു വെച്ചിട്ട് വിളിക്കട്ടെ? നീ കുറേ സമയത്ത് തെക്കോട്ട് എടുക്കാനായിട്ടില്ല ചോദിക്കുന്നത്. നിന്നെ തെക്കോട്ട് എടുക്കാനായാ? നിൻ്റെത് കഴിഞ്ഞിട്ടല്ലേ എൻ്റെത് കഴിയേണ്ടത്. നിനക്കാന്ന് അൽപ്പായുസ് നീ ഇരുന്ന് പോകുമ്പോൾ നീ ഇപ്പം അന്നെ തെക്കോട്ട് എടുക്കാൻ പറയുമ്പോൾ നീ ഇരുന്ന് പോകുന്ന വണ്ടിയിലും വർക്കത്തിലും പോകുന്നവരല്ലേ നീ? നിന്നെ വണ്ടി തട്ടി മരിച്ചാലോ? നിന്നെ ആ വണ്ടി തട്ടി മരിച്ചാലോ? നീ ഇപ്പം ഇന്ന് പോയ നീ വൈകുന്നേരം പറയാനില്ലണ്ടായാലോ? നീ ഇപ്പം എന്നോട് തെക്കോട്ട് എടുക്കാൻ പറഞ്ഞല്ലോ. ഞാൻ തെക്കോട്ട് എടുക്കാനായി. ഞാൻ 10-70 വയസ്സ് വരെ ജീവിച്ചു. നിനക്ക് അത്രയും ആയിട്ടുണ്ടാവില്ലല്ലോ. നിന്നെ തെക്കോട്ട് എടുത്തിട്ട് എന്നാ ചെയ്യാ? പിന്നെ വെറുതെ എന്നോട് എനിക്ക് കളിക്കണ്ട. ഇനി ഇങ്ങോട്ട് മെസ്സേജ് ഇട്ടാൽ നീ അതിനപ്പുറത്ത് നീ കണ്ടോ. നീയും പോവും സൈബർ സെല്ലിലേക്ക്. എനിക്ക് കാണിച്ചു തരാം. സ്ഥലം എവിടെ? എനിക്ക് വേണ്ടാന്ന് വെച്ചിട്ടാണ്. എനിക്ക് അതുകൊണ്ട് പോകാൻ കഴിയില്ല വെച്ചിട്ടാണ് കൊണ്ടുപോട്ടെ. ഞാനൊരു 2K ആണ്. ഞാൻ ഇതുവരെ ഒരു ലൈവിൽ ഞാൻ വേടൊന്നും ഇടാറില്ല. അമ്മയോടും ചോദിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാ ജനറേഷനിലും നല്ലതും ചീത്തയുമായ ആൾക്കാരുണ്ട്. അതുകൊണ്ട് 2K ആണ് പറയരുത് എന്ന് പറയുന്നുണ്ട്. ഗായത്രി പിന്നെ DG മേരിക്കുട്ടി മത്തായി പർപ്പിൾ ബ്യൂട്ടി. മോനിയായോ അമ്മ? മോനിയായി. ശരത്ത് ഈ ചേച്ചി എന്ന് പറയുന്നത് വേണം. ഗായത്രിയെ എൻ്റെ അമ്മയോട് പോയി ചോയ്ക്ക് പട്ടി എന്ന് പറയുന്നുണ്ട്. മേരിക്കുട്ടി മത്തായി ഹായ് എന്ന് പറയുന്നുണ്ട്. മരണം ആർക്ക് വേണേലും വരാം, അതിൽ പ്രായമില്ല എന്ന് പറയുന്നുണ്ട്. അതെന്നല്ല, അതിനിപ്പോൾ അതിനെന്തോ ഒരു നാശത്തിനാണ് എന്നോട് കയറാൻ വന്നിന്. അത് ആ ദൈവം അതിൻ്റെ കൂലി കൊടുത്തോളൂ, അത് ഉറപ്പാണ്. അതിന് ഇതിൻ്റെ കൂലി ദൈവം കൊടുത്തിട്ടില്ലെങ്കിൽ, ദൈവം എന്ന് പറഞ്ഞ ശക്തി ഇല്ല, ശിവൻ എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടെങ്കിൽ നിനക്ക് ഇതിൻ്റെ കൂലി തരും മോളെ. ഇന്ന് വൈകുന്നേരത്തിലൊക്കെ നിനക്ക് ഇതിൻ്റെ കൂലി തരും. നീ കണ്ടോ? എനിക്ക് അത്രേ പറയാനുള്ളൂ, വേറൊന്നും എനിക്ക് പറയാനില്ല. കൊണ്ടോട്ടിയായ്മ ഗായത്രി നീ വേഗം തട്ടിപ്പോവും, നീ കണ്ടോ എന്ന് പറയുന്നുണ്ട്. ഓമർ ഫഹാദ് ഗായത്രി മിണ്ടാതെ പോടി എന്ന് പറയുന്നുണ്ട്. പതിയ ഹായ് എന്ന് പറയുന്നുണ്ട്. വേണം പർപ്പിൾ ബ്യൂട്ടി വീട്ടിൽ നിന്റെ അമ്മയെ വിളിക്കൂ, ലൈവിലെ വേണ്ട എന്ന് പറയുന്നുണ്ട്. തസ്ലിമ എന്നാർ പാവോ എന്നിട്ടാണോ അമ്മമ്മയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അവരെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ, ഇഷ്ടത്തിൽ ജീവിക്കട്ടെ എന്ന്. തുമ്പി ഫാമിലി ഹായ് അമ്മയെന്നാണ്. നിവേദ്യ സജി എന്ന് പറയുന്നത്. കുറേ ദിവസമായിട്ട് അലമ്പില്ല. ഇന്നാളെ ഇങ്ങനെ ഹൈഡാക്കി വിട്ടു. അന്ന് ഒരു 2-3 ഇടത്തിന് ഹൈഡാക്കി വിട്ടു. അതിന് ശേഷം നമ്മളെ ഈ ലൈവിൽ ഒരു കേടും വരില്ല. എന്നിട്ടാ ഇന്ന് വന്ന്. ആകാശ ശശിധരൻ അമ്മമ്മേ ശിവ ചേച്ചി ആണോ ഇന്ന്? നല്ല അച്ഛവും അമ്മക്കും പിറന്ന അന്നക്കുട്ടി ഇന്ന് കമൻറ്റ് ലൈക്ക്